നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അതെ, ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഓൾ കേരള എന്നല്ല, ആദ്യത്തെ ഒരു റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അതെ, അപ്പം നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുക. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കേരളം ശരിക്കും കാണുന്നത്, നമ്മുടെ നാട് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന 6 വർഷത്തിന് ശേഷമാണ്. 3 വർഷം കൂടി ആദ്യമായിട്ട് മലാവിയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന കല്യാണത്തിനായിരുന്നു. ആ വരവിൽ ശരിക്കും പറഞ്ഞാൽ കൊറോണ ടൈം ആയിരുന്നുകൊണ്ട് തന്നെ ക്വാറൻറ്റൈനും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. ആകെ 35 ദിവസം ലീവിനാണ് വന്നത്. ആ ലീവ് കഴിഞ്ഞ് തിരിച്ച് മലാവിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഹണിമൂൺ ട്രിപ്പ് പോവുകയോ അല്ലെങ്കിൽ റോഡ് ട്രിപ്പുകൾ പോവുകയോ നാട് തന്നെ ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം വന്ന് നമ്മൾ 2 മാസം ലീവിനായിരുന്നു. 2 മാസം ലീവിന് വന്ന് 1 മാസം കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. ഫുള്ളി ഫാമിലിയുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് പ്രോഗ്രാമുകളിലോ ചെറിയ ഇൻ്റർവ്യൂവിനൊക്കെ പല ആൾക്കാരും വിളിച്ചാൽ അതിലൊന്നും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒറ്റ തീരുമാനത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് തൊട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് 22-ാം തീയതി അല്ലേ? അതെ, ഇന്ന് 22-ാം തീയതിയാണ്. 22/1/2025 ഇന്നാണ് കേട്ടോ നമ്മളപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വഴിക്കടവെന്ന് കയറി നാടുകാണി ചുരത്തിൽ വന്ന് നിൽക്കുകയാണ്. നാടുകാണി ചുരത്തിൽ നിന്ന് നേരെ വയനാട് കയറുക. വയനാട് നിന്ന് ഇന്ന് വയനാട് സ്റ്റേ ചെയ്യും. നാളെ വയനാട്ടിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ കണ്ണൂർ, കാസർഗോഡ്, അത് കഴിഞ്ഞ് കോഴിക്കോട്, ഇങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലെയും വരെ പറ്റാവുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും കാണാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കുഞ്ഞു ചാനലാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാനൽ തന്നെ ഒരുപാട് പേര് നമ്മളെ കാണാൻ വരുന്നു. കാരണം ഇപ്പോൾ അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. 1 മാസം ലീവിനൊക്കെ വന്ന ചേട്ടന്മാർ വരെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്ന ഒരു ചേട്ടൻ ഞങ്ങളെ വീട്ടിൽ വരികയും ഒരു ദിവസം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഒരുപാട് സന്തോഷം. കുഞ്ഞൊരു ചാനൽ, കാരണം മില്യൺസ് വ്യൂവേഴ്സ് ഉള്ളതോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ചാനലൊക്കെയാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞൊരു ചാനലാണ്. 30-40 ആളുകൾ കാണുന്നൊരു കുഞ്ഞു ചാനലിൽ നിന്നുള്ള അത്രയും ചെറിയൊരു ചാനലിലെ ഒരു സബ്സ്ക്രൈബർ നമ്മളെ കാണാൻ തിരഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നു. അതും 1 മാസത്തെ ലീവ് ഉള്ളതിൽ ഒരു ദിവസം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിമിഷങ്ങളാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വന്ന് കാണുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ നമ്മൾ വഴിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുക, പലർക്കും വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 6 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ കാണിക്കാൻ പോകണം അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഓൾ കേരള ട്രിപ്പിൻ്റെ ലാസ്റ്റത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായി. കാരണം നമ്മൾ പുറത്തുനിന്ന്, അതായത് നാട്ടിൽ നിൽക്കാതെ പുറത്ത് പോയി വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഒരു ലോങ് ടൈം നമ്മൾ നാട്ടിൽ നിൽക്കാതെ പുറത്തുനിന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങളായിരിക്കും. സ്കൂൾ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു സ്കൂളുകളൊക്കെ ഞങ്ങൾ കാണുമ്പോൾ കോളേജുകൾ പോലെ നിൽക്കുന്നു സ്കൂൾ. അതെ, ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ അടുത്തുള്ള വെളിമ്പിയമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയ സ്കൂളായിരുന്നു. അതായത് ഓടിട്ടിട്ടുള്ള ഒരൊറ്റ നിരയിലുള്ള ചെറിയ സ്കൂളായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ആ സ്കൂളവിടെ കാണാനില്ല. ഞങ്ങൾ പറഞ്ഞത് സ്കൂൾ മാറ്റിയെന്ന്. അപ്പോൾ എന്താ, അതൊക്കെ മാറി 3 നിലക്കെട്ടിടവും 2 നിലക്കെട്ടിടങ്ങളൊക്കെ ആയി മാറുകയാണ് ഓരോ സ്കൂളുകളും. അപ്പോൾ ഒരുപാട് ചേഞ്ചസ്. സ്കൂൾ മാത്രമല്ല, റോഡൊക്കെ ഞങ്ങൾക്ക് പിന്നെ ചെറിയ റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മളിപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടുകളിലൊക്കെ പോകുമ്പോൾ ആദ്യം നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കട്ടറൊക്കെ ചാടി, അതായത് കുണ്ടും കുഴിയൊക്കെ ആയാലും മണ്ണ് റോഡ് കൂടെയാണ്. പിന്നെ ഇപ്പോൾ വന്നതിന് ശേഷം അവരെ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ റോഡും ടാറിട്ടുണ്ട്. മെയിൻ ഹൈവേകളെക്കാട്ടിലും മലയോര ഹൈവേ എന്ന് പറഞ്ഞിട്ട് മനോഹരമായ റോഡുകൾ, സൈൻ ബോർഡുകളൊക്കെ ആയിട്ട് അതിമനോഹരമായ റോഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള റോഡുകളൊക്കെ. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മുഴുവനായിട്ട് വന്നിട്ടുണ്ടോ, എന്തൊക്കെ മാറ്റങ്ങൾ ഓരോ ജില്ലകളിലുണ്ട്, അതൊക്കെ നമ്മൾ എൻ്റെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ കണ്ടിന്യൂസ് ജില്ലകളിൽ സബ്സ്ക്രൈബേഴ്സിനെ കാണാനുള്ള മീറ്റപ്പും അതുപോലെ കാഴ്ചകളും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ കാണിച്ച് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ എൻ്റെ വീഡിയോയിൽ നമ്മുടെ 6 വർഷം കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയ മാറ്റങ്ങൾ എന്നുള്ളത് ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് കടക്കും. വയനാട് കയറി വയനാട് സ്റ്റേ ചെയ്ത് നിന്ന് പിന്നെ നാളെ വയനാട്ടിലെ പ്രധാന കാഴ്ചകളൊക്കെ കണ്ട് നേരെ കണ്ണൂർ, കാസർഗോഡ് അങ്ങനെയാണ് പോവുക. അപ്പോൾ ഇന്നത്തെ എടുക്കുന്ന വീഡിയോ ഞങ്ങൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ വീഡിയോസ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത്തെ 2 വീഡിയോ ഞങ്ങളുടെ പെൻഡിങ് ഉണ്ട്. നമ്മൾ വയനാട് പൂപ്പലിക്ക് പോയൊരു വീഡിയോ ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ വീട്, ഞങ്ങൾ എവിടെ താമസിച്ചു, ഞങ്ങളുടെ ജീവിത സാഹചര്യം എന്തായിരുന്നു, ഏത് സാഹചര്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ലെവലിൽ മാറി വന്നത്, അതിനൊക്കെ മലാവി എന്തെല്ലാം ഘടകമായി, മലാവിയുടെ എന്തൊക്കെയാണ്
സംഭാവന എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിലൊക്കെ കാണിക്കുന്നത്. അതൊക്കെ നിങ്ങൾ കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ സമയം ഏകദേശം 4 മണിയായി. 4 മണിക്കാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് കിടക്കുന്നത്. ഇന്ന് വയനാട്ടിൽ സ്റ്റേ അടിച്ച് രാവിലെ നമ്മൾ വയനാട്ടിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ സബ്സ്ക്രൈബറെ കൂടെ പരിചയപ്പെടുന്നതായിരിക്കും. പുള്ളി നമ്മുടെ വീട്ടിൽ വന്ന് ഒരു ദിവസം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളീനെ ഇവിടെ കാണിക്കാം. അപ്പോൾ ഇനി ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, വരാൻ പറ്റുമോ, എന്നിവിടെ ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരോട് ഞങ്ങൾ വരുന്ന വഴിക്ക് കാണാമെന്ന് പറഞ്ഞു. എന്തായാലും ഈ കുഞ്ഞ് ചാനലിനെ കാണുന്ന നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ അടുത്തൂടെയൊക്കെ വരുന്നുണ്ട്. എല്ലായിടത്തും എത്തിക്കോണമെന്ന് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഒരു ഓൾ കേരള എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് ആകെ 10-20 ദിവസമുള്ളൂ തിരിച്ചു പോകാൻ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പറ്റുന്ന സ്ഥലത്ത് വരിക, പറ്റുന്ന സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഇനി തുടർന്നുള്ള കാഴ്ചകൾ കാണാം അല്ലേ? അതെ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മളൊരു ഇൻഫർമേഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അതായത് നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെ ഞങ്ങളിപ്പോൾ ചുരം കയറാൻ തുടങ്ങണുള്ളൂ കേട്ടോ. അപ്പം ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഓരോ ദിവസവും നമ്മുടെ ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും നമ്മൾ ഓരോ പോസ്റ്റ് ഉണ്ട് നമ്മൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് നമുക്കറിയില്ലല്ലോ നമ്മൾ ഏലക്കാണ് വരുന്നത് എന്നുള്ളതും നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവർ എവിടേക്കാണെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ പോണ വഴിക്ക് നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റുമെങ്കിൽ, ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ എവിടെയും കൊടുക്കാട്ടോ. നമ്മുടെ സ്ക്രീനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഫോൺ നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എവിടേക്കായിരിക്കും പോകണം അല്ലെങ്കിൽ എവിടെ ഉണ്ടെന്നുള്ളത് രാവിലെ ഞങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, ഞങ്ങൾ കുറേ വിചാരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഒരു കുഞ്ഞു വീഡിയോ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയോടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നേരെ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. അപ്പം നാളെ രാവിലെയാണ് നമ്മൾ എല്ലാ വിഷ്വൽസും എടുക്കുന്നതും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളും പോയി കാണാനൊക്കെ തുടങ്ങുന്നത്. വയനാടാണ് തുടങ്ങുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പലരും നമ്മൾ ശരിക്കും പറഞ്ഞാൽ മലാവിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷേ നമ്മൾ വീഡിയോ ഇടാതിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഔട്ടായി പോകും, ആളുകളിലേക്ക് എത്തില്ല, അതിൻ്റെ റീച്ച് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ പറ്റാവുന്ന തരത്തിലൊക്കെ വീഡിയോ എടുത്തിടുന്നത്. പിന്നെ നമ്മൾ പ്രൊഫഷണൽ വീഡിയോ ഗ്രാഫേഴ്സ് അല്ലാത്തതുകൊണ്ട് യൂട്യൂബേഴ്സ് അല്ലാത്തതുകൊണ്ടുള്ള ഒരുപാട് പരിമിതികളും വീഡിയോയിലുണ്ടാവും. നിങ്ങൾ കണ്ട് ശീലിച്ച റോഡ് ട്രിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറ്റാവുന്ന രീതിയിലൊക്കെ മാക്സിമം വൃത്തിയായിട്ട് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, മൈക്ക് വാങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു മൈക്ക് കൂടെ മേടിച്ചിട്ടുണ്ട്. നല്ലൊരു ശബ്ദ എന്താ പറയുക ക്വാളിറ്റി, ശബ്ദത്തിൻ്റെ ഒരു ക്വാളിറ്റി കൂടെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാമെന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ മൈക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി റോഡ് ട്രിപ്പുകളിലൊക്കെ ഇനി ഈ കാറ്റിൻ്റെയും കൊച്ച വരണ്ടെന്ന് എഴുതിയിട്ടാണ്. പിന്നെ ഞങ്ങളിപ്പോൾ മൈക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ ഇന്നാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്നലെയാണ് മൈക്ക് കിട്ടിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ നോയ്സിലോ അങ്ങനെ നോയ്സ് ക്യാൻസലേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. ഒന്നും നോക്കിയിട്ടില്ല. അതിൻ്റെ പോരായ്മകൾ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ മാറ്റുന്നതായിരിക്കും. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനോടൊക്കെ പറയുക. നമ്മുടെ ചാനലിനെ കുറിച്ചും നമ്മുടെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ പറയുക കേട്ടോ. ഞങ്ങളെ കാണാനായിട്ട് വന്നതാ കൊല്ലത്തുനിന്ന്, അടൂരിന്ന്. ലീവിന് വന്ന സമയത്ത് നമ്മളെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നു. ലീവിന് വരുമ്പോൾ ആലോചിക്കണം, നമ്മൾ ലീവിന് വരുമ്പോൾ നമുക്ക് എത്ര സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മളെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം പൊതുവിൽ നിന്ന് പറഞ്ഞാൽ കുഞ്ഞു രാമത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോഴല്ലോ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു റിവാർഡ്സ് ആണത്. നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു അവാർഡോ കിട്ടുന്നതിനേക്കാളൊക്കെ ഏറ്റവും വലിയ സന്തോഷം നൽകാണ്. ഇത്രയും ദൂരത്തെ ഒരാൾ നമ്മളെ കാണാൻ വരിക. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ 10-25,000 ആൾക്കാർ കാണുന്ന കുഞ്ഞൊരു ചാനലാണ്. ആ കുഞ്ഞു ചാനലിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ 25,000 പേര് കാണുന്ന ആ 25,000 പേരിൽ ഒരാൾ നമ്മളെ കാണാൻ വരിക എന്ന് പറയുന്നത് സന്തോഷം ഉണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമാണ്. ചേട്ടൻ്റെ പേര് ജോർജ് മാത്യു എന്നാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു
അവാർഡ് എന്നൊക്കെ പറയില്ല, അതേ ഒരു ഫീലാണ് നമ്മളെ തിരിച്ചറിയുമ്പോഴും നമ്മളെ കണ്ടു വീഡിയോ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അത്രയും സന്തോഷം. ആ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞാലും. കാരണം ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെയൊക്കെ ഒന്ന് വന്ന് കാണുന്നത്. അപ്പോഴാണ് ഈ നാട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞത്. അപ്പം ജസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് ഒന്ന് കാണാം എന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്.